നിങ്ങൾ കല്യാണം കഴിക്കാനായിട്ട് നിൽക്കുന്ന ആൾക്കാരാണെങ്കിൽ ദയവ് ചെയ്ത് ഈ വീഡിയോ മുഴുവനൊന്ന് കാണുക. അതുപോലെ പറ്റുവാണെങ്കിൽ നിങ്ങളുടെ വീട്ടുകാർക്കും അയച്ചു കൊടുക്കുക. കാര്യം വേറൊന്നുമല്ല, പല കല്യാണങ്ങളും എങ്ങനെ നടത്തണമെന്നുള്ളത് ഇപ്പോഴും ഡിസൈഡ് ചെയ്യുന്നത് നമ്മുടെയൊക്കെ വീട്ടുകാർ തന്നെയാണ്. പിന്നെ ആദ്യമേ ഒരു കാര്യം ഞാൻ പറയുവാണ്, ഇത് പറയാൻ ഒരു രീതിയിലും അവകാശവും അർഹതയും ഇല്ലാത്തൊരു വ്യക്തിയാണ് ഞാൻ. കാര്യം ഞാൻ എൻ്റെ ലൈഫിൽ ചെയ്തിട്ടുള്ളൊരു മിസ്റ്റേക്കും ഇനി ആരും ചെയ്യരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണിത്. എന്താ സംഭവം എന്ന് പറഞ്ഞാൽ, ആഡംബരമായിട്ട് നിങ്ങൾ നടത്തുന്ന ഒരു കല്യാണത്തിനെ പറ്റിയാണ് ഞാൻ ഈ പറയുന്നത്. എൻ്റെ കല്യാണം വളരെയധികം ആഡംബരമായിട്ട് നടത്തിയതാണ്. ആ കാശുണ്ടെങ്കിൽ കല്യാണം നടത്തിയിട്ട് വേറെ കുറെ ആൾക്കാരെ സഹായിക്കാൻ പറ്റും. പക്ഷെ അന്ന് എൻ്റെ ഡിസിഷൻ മേക്കിംഗ് ഇല്ലായിരുന്നു. എനിക്കങ്ങനെ പറഞ്ഞു തരാൻ വലിയ ആൾക്കാരും ഒന്നും ഇല്ലായിരുന്നു. ഇപ്പൊ ഞാൻ പറയുകയാണ്, ഞാനിപ്പോൾ കുറെ ജീവിതങ്ങൾ കണ്ടുകൊണ്ട് ഞാൻ പറയുകയാണ്, ഈ കല്യാണം നമ്മൾ ആർഭാടമായിട്ട് നടത്തുന്നതുകൊണ്ട് രണ്ട് കൂട്ടർക്കും, അത് ചെക്കൻ്റെ കൂട്ടർക്കും പെണ്ണിന്റെ കൂട്ടർക്കും വളരെയധികം ബാധ്യതകൾ തലയിലോട്ട് വരുന്നതെന്നല്ലാതെ വേറൊരു ഉപയോഗമില്ല. നിങ്ങൾ ആ ഒരു ദിവസം കാണിക്കുന്നത് അവിടെ വരുന്ന ആൾക്കാരെ കാണിക്കാനാ. അതിൽ നിന്ന് നിങ്ങൾക്കൊരു ബെനിഫിറ്റും കിട്ടുന്നില്ല. ഒരു ഹാപ്പി മാരേജ് ഡേ എന്ന് പറയുന്നതിലല്ല കാര്യം, ഹാപ്പി മാരേജ് ലൈഫ് എന്ന് പറയുന്നതിലാണ് കാര്യം. ആ കല്യാണം കഴിഞ്ഞ് നമ്മളെങ്ങനെ ജീവിക്കുന്നു എന്നുള്ളതിലാണ് കാര്യം. സോ ഇനി നമ്മുടെ മൂത്ത തലമുറ എങ്ങനെ മാറ്റാൻ പറ്റുമെന്ന് നമുക്കറിയില്ല. പക്ഷെ നമ്മളെപ്പോലുള്ളവർ വിചാരിച്ചാൽ പല കാര്യങ്ങളും മാറ്റാൻ പറ്റും. കാരണം ഇപ്പം എനിക്കൊരു കുഞ്ഞ് വന്നപ്പോഴത്തേക്ക് പരമാവധി പല കാര്യങ്ങളും ഞാനിപ്പോൾ കട്ട് ഓഫ് ചെയ്ത് തുടങ്ങുന്നുണ്ട്. അത് പൈസ സേവ് ചെയ്യാനല്ല, നമ്മളൊരു മാറ്റം കൊണ്ടുവന്ന് തുടങ്ങിയാലേ നമ്മുടെ ചുറ്റുമുള്ളവർ മാറി തുടങ്ങത്തുള്ളൂ. സോ മസ്റ്റായിട്ട് നിങ്ങളിത് ചെയ്യുക.